ശൈലികളിൽ നിന്ന് വിസ്മയപുലരി ജീവിതത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ചില സ്ഥിരമായിട്ടുള്ള ജീവിത ശൈലികളിൽ നിന്ന് മറ്റൊരു ശീലത്തിൽ, അല്ലെങ്കിൽ ഒരു ശീലത്തിൽ നിന്ന് മറ്റൊരു ശീലത്തിലേക്ക് മാറുമ്പോൾ, നിലവിലുള്ള ഒരു ശീലത്തെ കളയാൻ ശ്രമിച്ചിട്ട് അവിടെ മറ്റൊരു പുതിയ രീതിയെ കയറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, അത് എല്ലാവർക്കും തന്നെ ഉണ്ടാവാൻ സാധ്യതയാണ്. ഇന്നത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അസഹ്യതയിൽ നിന്ന് ആസ്വാദ്യതയിലേക്ക് എന്നുള്ളതാണ്. ഇപ്പൊ ഈ പുതിയ ശീലം തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് അസഹ്യതകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതിൽ നിന്ന് ക്രമേണ ഇതിനെ ആസ്വദിക്കുന്ന ശൈലിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ ഹാൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വിജയിച്ച മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരെല്ലാം തന്നെ ജന്മം കൊണ്ട് വിജയികളായിരുന്നവരോ, അല്ലെങ്കിൽ വിജയിച്ച മനുഷ്യരുടെ പിൻതലമുറക്കാരായിരുന്നവരോ, അവരുടെ മകനോ ചെറുമക്കളോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്കൊരു പക്ഷെ തോന്നാറ്. പക്ഷെ അവരൊക്കെ തന്നെ വിജയികളായിട്ട് ജനിച്ചിട്ടുള്ളവരല്ല. കർമ്മം കൊണ്ടും അവരുടെ ഫലം കൊണ്ടും എന്തെങ്കിലും കുടുംബ മഹിമ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അവര് വിജയം കൈവരിച്ചവരായിരുന്നില്ല, പരാജിതരായിരുന്നു. അവര് പക്ഷേ എന്തു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരാജയപ്പെട്ട മറ്റു വിഭാഗം, വിജയിച്ച മനുഷ്യരല്ലാതെ പരാജയപ്പെടുന്ന മനുഷ്യരുണ്ട്. ആ പരാജയപ്പെട്ട മനുഷ്യർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് ശീലമാക്കി മാറ്റിയതിനാൽ വിജയിച്ചവരാണ്. ഇപ്പം പരാജയപ്പെട്ടവര് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ ചെയ്ത് ശീലമാക്കിക്കൊണ്ട് അവർ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, വിജയിച്ച മനുഷ്യർക്കെല്ലാം തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർ പോലും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അവരതങ്ങ് ചെയ്യുകയാണ്. അതിലെ വികസതകളോ അല്ലെങ്കിൽ അതിലെ ബുദ്ധിമുട്ടുകളോ ഒന്നും കണക്കിലെടുക്കാതെ ഈ കാര്യങ്ങളെയൊക്കെ ചെയ്ത് പിന്നീട് അത് ശീലമായി, പിന്നീട് അവരുടെ സ്വഭാവമായി, ആ സ്വഭാവം പിന്നീട് സംസ്കാരമായി, പിന്നീട് അവരുടെ വിധിയെ തന്നെ മാറ്റി മറിക്കുകയാണ്. അതായത് ശീലങ്ങൾ വിതച്ച് സ്വഭാവങ്ങൾ കൊയ്തവരാണ്, സ്വഭാവങ്ങൾ വിതച്ച് സംസ്കാരത്തെ കൊയ്തവരാണ്, സംസ്കാരത്തെ വിതച്ച് അവരുടെ വിധിയെ തന്നെ മാറ്റി എഴുതിയവരാണ്. അപ്പൊ ഇവിടെയെല്ലാം പറയുന്ന ഒരു കാര്യം, വിതച്ചത് മാത്രമേ നമുക്ക് കൊയ്യുവാൻ സാധിക്കൂ. എന്ത് വിജയമുണ്ടെങ്കിലും നമ്മൾ വിതച്ചെങ്കിൽ മാത്രമേ അതിന്റെ വിത്തിനെ നമുക്ക് കൊയ്തെടുക്കുവാൻ സാധിക്കൂ. അല്ലാതെ മറ്റൊരു കുറുക്ക് വഴികളുമില്ല വിജയത്തിലേക്ക്, ജീവിത വിജയത്തിലേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അപ്പോ ഇവിടെ ജിം റോണിന്റെ ഒരു വാക്ക് ചേർത്ത് വെച്ചാൽ പ്രചോദനം, മോട്ടിവേഷൻ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ആ മോട്ടിവേഷന്റെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, പ്രചോദനം നിങ്ങളെ തുടങ്ങാൻ പ്രേരിപ്പിക്കും. ഒരു കാര്യം തുടങ്ങാനുള്ള ഒരു താമസമാണ് പലപ്പോഴും നമുക്ക് അത് ചെയ്യാനുള്ള മടി ഉണ്ടാവുക. നാളെ ആവട്ടെ അല്ലെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഇതിനെ ഒന്ന് മാറ്റി തുടങ്ങാനായിട്ട് ആരെങ്കിലും തരുന്ന മോട്ടിവേഷൻ ഗുണം ചെയ്യാം. പക്ഷേ ശീലങ്ങൾ ആണ് നമ്മളെ അത് തുടരാൻ പ്രേരിപ്പിക്കുക. ആ ഒരു മോട്ടിവേഷനിൽ നിന്ന് കിട്ടിയ തുടക്കത്തെ നമ്മൾ പിന്നീട് ശീലമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റുമ്പോഴാണ് അത് നമ്മളെ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. അത് ക്രമേണ നമ്മുടെ സ്വഭാവമായി മാറുകയും അത് പിന്നീട് നമ്മുടെ സംസ്കാരമായി മാറുകയും അത് നമ്മുടെ വിധിയെ തന്നെ മാറ്റി എഴുതുകയും ചെയ്യും. അപ്പോ നമ്മുടെ ശീലങ്ങളുടെ മേന്മയാണ് നമ്മുടെ ജീവിതത്തിന്റെ മേന്മ നിശ്ചയിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതായത് നമ്മൾ ദിനം പ്രതി പിന്നിട്ടുകൊണ്ടിരുന്ന ചില പഴയ ശീലങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മൾ തന്നെ അതിൽ നിന്നും മാറണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ നാളെ ആവട്ടെ, അല്ലെങ്കിൽ പ്രതികാരം നാളെ ചെയ്താൽ മതിയില്ലേ എന്നുള്ള ചോദിക്കുന്ന രീതിയിൽ ഇത് മാറി പോയത് കൊണ്ടാണ്. പക്ഷെ ജീവിതത്തിന്റെ മേന്മ നിശ്ചയിക്കുന്നത് പലപ്പോഴും നമ്മൾ ബോധപൂർവം വ്യക്തി ജീവിതം വിജയിപ്പിക്കുവാനായി ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന പുതിയ ശീലങ്ങളാണ്. പുതിയ ശീലങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറുന്നത്. അപ്പോ നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുന്നത് എന്നതിനാൽ
ശീലങ്ങളെ പരുവപ്പെടുത്തുന്നതിൽ പ്രധാനമായി പഠിക്കുകയോ പ്രാഗൽഭ്യം നേടുകയോ ചെയ്യേണ്ട മറ്റൊന്നും ജീവിതത്തിലില്ല. അതായത് പുതിയ ശീലങ്ങൾ തുടങ്ങുമ്പോൾ, പുതിയൊരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് തീർച്ചയായും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയുകയുള്ളൂ. അതിൽ ക്രമേണ പ്രഗത്ഭനായി മാറുമ്പോഴാണ് നമ്മൾ അവിടെ ആ കാര്യത്തിൽ പുതിയൊരു ശീലത്തെ കയറ്റി പ്രതിഷ്ഠിക്കുക. ഇപ്പം ശീലവിദഗ്ധനായ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹത്തെ ലോകത്തിലെ ശീലവിദഗ്ധൻ എന്നാണ് പറയുക. അതായത് പുതിയ ശീലങ്ങളെ ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന കാര്യങ്ങൾ പറഞ്ഞ് പുസ്തകങ്ങൾ തന്നെ അനവധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകം നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേര് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ ശീലങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, പഴയ ശീലത്തെ മാറ്റിയിട്ട് അവിടെ പുതിയ ശീലത്തെ പ്രതിഷ്ഠിക്കുക. പലപ്പോഴും നമ്മളിൽ വർഷങ്ങളായിട്ട് അടിയുറച്ചു പോയിരിക്കുന്ന ശീലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ നിന്ന് ഇതിനെ മാറ്റുവാൻ വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ ആ ശീലത്തെ അതേപടി എടുത്ത് മാറ്റാൻ കഴിയില്ല. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ആ ശീലത്തിന്റെ സ്ഥാനത്ത് പുതിയൊരു ശീലത്തെ കയറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ ഈ പഴയ ശീലം ക്രമേണ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യും. ഇപ്പം മദ്യപാന ശീലമുള്ള ഒരു വ്യക്തിക്ക് ആ സമയത്ത് മദ്യപാനം ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയെങ്കിലും ഇത് എവിടുന്നെങ്കിലും എടുത്ത് കഴിച്ചെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പൊ ആ സമയത്ത് പുതിയൊരു ശീലം ഇതേ സമയത്ത് മദ്യപാനം ചെയ്യുന്നതിന് പകരം അവിടെ പുതിയൊരു ശീലത്തെ കയറ്റി വെച്ചുകൊണ്ട് ക്രമേണ ഇതിനെ പടിയിറക്കി വിടുക, പഴയ ശീലത്തെ പടിയിറക്കി വിടുകയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഫലപ്രാപ്തികൾ ആവശ്യമായ ശീലങ്ങൾ തിരിച്ചറിയുകയും ശീലിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതായത് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നത് എന്താണ് ഞാൻ ശീലിക്കേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത് എന്നൊരു അറിവുണ്ടായിരിക്കില്ല, എന്ത് ചെയ്യണമെന്നൊരു അറിവുണ്ടായിരിക്കില്ല. അവിടെ നിന്നിട്ടാണ് ആ പഴയ മോശം ശീലങ്ങൾ ജീവിതത്തിൽ അങ്ങ് അടിയുറച്ചു പോകും. എന്താണ്, എവിടെ തുടങ്ങണം, എങ്ങനെ, എന്ത് മാറ്റിയിട്ട് പുതിയത് അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പലർക്കും അറിയുകയില്ല. അപ്പോ നമ്മുടെ കഴിവുകളെയും സാധ്യതകളെയും നമ്മുടെ പൊട്ടൻഷ്യൽസിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഏത് തരത്തിലുള്ള പുതിയ ശീലങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് എന്ന്, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളെ പിന്നോക്കം വലിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ നമ്മൾ ആ ശീലത്തിലൂടെ മാറ്റി എഴുതപ്പെടാം എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഓരോ ക്ലാസ്സുകളിലും ഇങ്ങനെ പറയുന്ന ക്ലാസ്സുകളിലൊക്കെ തന്നെ പറയാറുണ്ട്, പതിവായി ആവർത്തിക്കുന്ന ഉപബോധ മനസ്സിൽ രൂപപ്പെടുത്തുന്ന സ്വഭാവങ്ങളാണ് ശീലങ്ങൾ എന്ന് പറയാറ്. നമ്മൾ ബോധ മനസ്സിലേക്ക് കൊടുക്കുന്നതാണ് ക്രമേണ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്നതും അത് ക്രമേണ ഉപബോധ മനസ്സിൽ രൂപപ്പെട്ടു വന്ന് പിന്നീട് നമ്മുടെ ശീലമായിട്ട് മാറുന്നതാണ്. കാരണം ഉപബോധ മനസ്സിന് പ്രത്യേകതയുണ്ട്, ഇതിന് സ്വയമേ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. പറഞ്ഞു കൊടുക്കുന്നത് എന്തോ അത് അതേപടി ചെയ്യും. നമ്മുടെ ബംഗാളികളെ പോലെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണോ ഈ പണി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലേക്ക് എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ബോധ മനസ്സിലേക്ക് എന്താണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇത് ഉപബോധ മനസ്സിലേക്ക് ചെന്ന് പിന്നീട് അത് ശീലമായി രൂപപ്പെടും. അപ്പോ പതിവായിട്ട് ആവർത്തിക്കുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സ് പിടിക്കുന്നത്. ഉപബോധ മനസ്സ് എടുത്തുകൊണ്ട് ഇതിനെ നമ്മുടെ ശീലമായിട്ടൊക്കെ മാറ്റുന്നു. അപ്പോ ശീലങ്ങൾ തുടരുകയും അല്ലെങ്കിൽ അവയെ നമുക്ക് മാറ്റി, ഇപ്പൊ മോശം ശീലമാണെങ്കിൽ അതിനെ നമുക്ക് നിയന്ത്രിച്ചില്ല എങ്കിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മോശം ശീലമുണ്ട്, നമുക്ക് തന്നെ അറിയാം ആ ശീലം അത്ര നല്ലതല്ല, ഇതിനെയൊക്കെ അവിടുന്ന് മാറ്റണമെന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ, ആ ശീലത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ ക്രമേണ എന്ത് ചെയ്യും, ആ ശീലം നമ്മളെ നിയന്ത്രിക്കാൻ. കാരണം അതിന്റെ നിയന്ത്രണ വലയത്തിൽപ്പെട്ട് ആ ശീലം നമുക്ക് എവിടെയൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുമോ അവിടെയൊക്കെ നമ്മൾ ചെന്ന് വീഴുക തന്നെ ചെയ്യും. ചിലപ്പോൾ പലരും പറയും, എന്റെ ആ പ്രത്യേക സ്വഭാവങ്ങൾ, ശീലങ്ങൾ കൊണ്ടാണ് എനിക്കിന്ന ദുരവസ്ഥകൾ ഉണ്ടായത്, ആ ശീലമില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും ചെന്ന് പെടുകയില്ലായിരുന്നു. അപ്പോ അവിടെ ദൗർഭാഗ്യവശാൽ നിങ്ങളും മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ഗുണകരമായ അല്ലെങ്കിൽ വിജയകരമായിട്ടുള്ള ശീലങ്ങളെ എങ്ങനെ ശീലിക്കാമെന്നും വിജയിക്കാമെന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശീലങ്ങൾ നമ്മളെ എങ്ങും പഠിപ്പിക്കുന്നു. ഒരു സ്കൂളുകളിലും ശീലങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ഇനിയും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ക്ലാസ്സുകളിലെല്ലാം പഠനങ്ങളെക്കാളും നിങ്ങളുടെ വിജയത്തെയും ജീവിതത്തിന്റെ ആകെ മേന്മയെയും നിശ്ചയിക്കുന്ന അത്തരം ഒരു പഠനമാണ്
നമുക്ക് ആവശ്യം വരിക. ശീലങ്ങളെ കൃത്യമാക്കുമ്പോൾ നമുക്ക് വിജയിക്കാനുള്ളൊരു കാര്യം നമ്മളിലേക്ക് ഉണ്ടായി വരും. കാരണം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്നും വൈകുന്നേരം ഇത്ര സമയം പഠിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അവൻ പോലും അറിയാതെ ക്രമേണ അവൻ വിജയിച്ചു കൊണ്ടിരിക്കുക ആ പരീക്ഷയിൽ. പുസ്തകം വായന ശീലം നമുക്കില്ലെങ്കിൽ എന്നും നമ്മളിങ്ങനെ കുറേശ്ശെ വായിക്കുന്ന ഒരു ശീലത്തെ ബോധപൂർവ്വം രൂപപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല അറിവുകൾ ഉണ്ടാകും. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും പ്രസംഗം ചെയ്യുവാനും പഠിക്കാനും പഠിപ്പിക്കാനും പുസ്തകം എഴുതുവാനും ഒക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ വളരും. ഇങ്ങനെ ഓരോ ശീലങ്ങളാണ് നമ്മളെ പുതിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കും. അപ്പോ ശീലങ്ങളിൽ പ്രാഗൽഭ്യം നേടാത്തതിൽ അധികമാരും അവയെ നിയന്ത്രിക്കുന്നതിൽ വീണ്ടും പരാജയപ്പെടും. ശീലങ്ങളിൽ പ്രാഗൽഭ്യം നേടാത്തതിന്റെ കാര്യം നമ്മുടെ നിലവിലുള്ള ശീലത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. നമുക്കറിയില്ല എവിടെ നിന്നാണ് ഇതിനെ പൊളിച്ചെടുക്കേണ്ടത്, എവിടെ നിന്നിട്ടാണ് ഇതിനെ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടത്, തുടങ്ങേണ്ടത് എവിടെയാണെന്ന് പലപ്പോഴും നമുക്കറിയാൻ പറ്റും. അവിടെ പലപ്പോഴും പരാജയപ്പെടുന്ന 1-2 ഉദാഹരണങ്ങൾ പറയും. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക ഈ പുതുവർഷ പ്രതിജ്ഞകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പുതിയ വർഷം തുടങ്ങുമ്പോൾ ജനുവരി 1 തുടങ്ങുമ്പോൾ പഴയ ശീലങ്ങളൊക്കെ മാറ്റി പുതിയ ചില ശീലങ്ങളിലേക്ക് ഞാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ എടുത്ത്, അല്ലെ ഡയറി എഴുതുന്ന ശീലമില്ല, ഈ വർഷം തൊട്ട് ഞാനൊന്ന് ഡയറിയൊക്കെ എഴുതി കളയാം, ജേണൽ എഴുതുന്ന സ്വഭാവം എന്റെ ശീലം എന്റെ ജീവിതത്തിലില്ല, ഈ വർഷം മുതൽ ഞാൻ അങ്ങോട്ട് എല്ലാം നിർത്തി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ചില വൈകുന്നേരങ്ങളിൽ മദ്യപാന ശീലമുണ്ട്, ഇതിനെയൊക്കെ മാറ്റാനായിട്ട് ഈ വർഷം ഞാൻ മദ്യപാനം നിർത്തുകയാണ്. ഇങ്ങനെ പല രീതിയിൽ അല്ലെങ്കിൽ ആരോഗ്യത്തെ സംരക്ഷിക്കാനായി ഞാൻ ജിംനേഷ്യത്തിൽ പോകാൻ തുടങ്ങുകയാണ്, യോഗ പരിശീലിക്കാൻ പോവുകയാണ്, മെഡിറ്റേഷൻ പരിശീലിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പ്രതിജ്ഞകളോടുകൂടി പലരും തുടങ്ങാറുണ്ട്. അപ്പോ നമ്മൾ ചെന്ന് നോക്കിയാൽ അറിയാം, ഒരു ജിംനേഷ്യത്തിലോ യോഗ ക്ലാസിന്റെ അവിടെയോ ഈ ജനുവരി മാസങ്ങളിൽ വലിയ തിരക്കായിരിക്കും. നമ്മുടെ വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ ചിലപ്പോൾ ഇടയുണ്ടാവില്ല, വഴിയിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നടന്നു വേണമായിരിക്കും ആ ഒരു ജിംനേഷ്യത്തിലേക്ക് നമ്മൾ കാണാം. അതുപോലെ ആളുകളായിരിക്കും. കാരണം പുതിയ പ്രതിജ്ഞകളൊക്കെ എടുത്തിട്ട് വന്ന അനവധി വീരന്മാർ അവിടെ ഉണ്ടാവും. അങ്ങനെ നല്ല പ്രതിജ്ഞകളൊക്കെ എടുത്ത് ശീലങ്ങളെയൊക്കെ ഒന്ന് മാറ്റിക്കളയാം എന്ന് വരുന്ന പല പ്രതിജ്ഞകളും അതിലെ ഒരു ഭൂരിപക്ഷം ആളുകളും ജനുവരി മാസം മുഴുവൻ തീരും മുമ്പ് തന്നെ ആ പരിപാടി ഉപേക്ഷിച്ച് തന്റെ പഴയ ശീലത്തിലേക്ക് മടങ്ങിപ്പോവാറുണ്ട്. കാരണം ആ സമയത്ത് വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നതല്ലേ നല്ലത് എന്ന് ഉപബോധ മനസ്സ് പറയും, ഇങ്ങോട്ട് പോരും, നീ അവിടെ കിടന്നിട്ട് ഈ രാവിലെ എണീറ്റ് തണുപ്പും ഒക്കെ കൊണ്ട്, ആ ഇടുക്കിയിലൊക്കെയാണ് നല്ല തണുപ്പ്, ആ തണുപ്പത്തൊക്കെ കുളിയൊക്കെ കുളിച്ച് എന്തിന് വെറുതെ നീ നിന്റെ ജീവിതം പാഴാക്കുന്നു, ആ സമയത്ത് സുഖമായിട്ട് ഉറങ്ങിയാൽ നല്ല ഗുണം കിട്ടില്ലേ. ഇങ്ങനെ നമ്മളെ പുറകോട്ട് മനസ്സിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോ അവിടെ ജനുവരി കഴിയും മുമ്പ് തന്നെ പലരുടെയും പ്രതീക്ഷകൾ, പലരുടെയും പ്രതിജ്ഞകൾ ഒക്കെ തന്നെ പാഴായി പോയിട്ടുണ്ടാവും എന്ന് നമുക്കറിയാൻ പ്രത്യേകിച്ച് സ്ഥിതിവിവര കണക്കുകളൊന്നും പഠനങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റും നമുക്ക് നമ്മുടെ ഇടയിലും ഒക്കെ സംഭവിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷം ഞാനങ്ങ് നന്നായി കളയാം എന്ന് വിചാരിച്ചിറങ്ങുന്നവരൊക്കെ തന്നെ ജനുവരി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ആ ശീലമൊക്കെ മറന്നു കളഞ്ഞിട്ട് പഴയ തന്റെ ആ ഒരു പതിവ് ശൈലിയിലേക്ക് മടങ്ങിപ്പോകാറുണ്ട്. അപ്പോ നേരിട്ട് അനുഭവിച്ചറിയുന്ന കാര്യമാണ് പറഞ്ഞത്. ജിംനേഷ്യത്തിലോ യോഗ സെന്ററുകളിലോ ഒക്കെ ജനുവരി മാസങ്ങളിൽ ഭയങ്കരമായ അഭൂതപൂർവമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടാറുണ്ട് എന്ന്. അപ്പോ പഴയതിൽ നിന്ന് അടിമത്തം മാറ്റുക ഒരു വേദനാകരമായിട്ടുള്ള കാര്യമാണ്. അതായത് പഴയ നമ്മുടെ ശീലങ്ങളിൽ നിന്ന്, ഇപ്പൊ നമുക്ക് രാവിലെ എണീറ്റ് ജിംനേഷ്യത്തിൽ പോവുകയോ യോഗ പരിശീലിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഇച്ചിരി ദുഷ്കരമാണ്. അല്ലെങ്കിൽ ഒരു പഴയതിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് ഒന്ന് മാറാൻ ശ്രമിക്കുക വേദനാകരമാണ്. കടുത്ത പെയിൻ നമുക്ക് അനുഭവപ്പെടും. ഈ പെയിൻ ഉണ്ടാകും. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ആദ്യമായിട്ട് ജിംനേഷ്യത്തിലോ യോഗയൊക്കെ ചെയ്യുമ്പോൾ പെയിൻ ഒക്കെ ഉണ്ടാകും. അവിടെ ഇവിടെയൊക്കെ വേദനയാണ്. അപ്പൊ ഞാനൊന്ന് 2 ദിവസം ഒന്ന് ലീവ് എടുത്ത് കളയാം എന്ന് വിചാരിക്കും. അപ്പോഴാണ് ജിംനേഷ്യത്തിലെ മാസ്റ്റർ പറയുന്നു വേദനയാണോ ലീവ് എടുത്തോളൂ. യോഗ സാർ പറയുന്നു വേദനയൊക്കെയാണോ 2 ദിവസമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി. ഈ റെസ്റ്റ് പിന്നീട് ക്രമേണ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങും. അത് ചിലപ്പോൾ ആ മാസം മുഴുവൻ അങ്ങ് പോകും. ഇനിയിപ്പോ എന്തോന്ന് യോഗ, എന്തോന്ന് ജിംനേഷ്യം എന്ന് പറഞ്ഞിട്ട് അതെല്ലാം താഴെ വെച്ചിട്ട് വീണ്ടും പഴയ ശീലത്തിലൂടെ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുക. അങ്ങനെ പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള ഒരു മാറ്റം അല്പം വേദനാജനകമാണ്. ആ ഒരു സ്ഥലത്തെ, ആ അസഹ്യമായ സ്ഥലത്ത് നിന്ന് നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പറയുന്നത് പുതിയ ശീലങ്ങൾ തുടങ്ങാൻ, തങ്ങളുടെ പുതിയ ശീലം അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തതാണ് പലപ്പോഴും
ശീലം ശീലിക്കുന്നതിനുള്ള പിഴവുകൾ ഉണ്ടാവുക. നമ്മുടെ പുതിയ ശീലത്തെ നമ്മൾ മുൻകൂട്ടി കാണുവാൻ കഴിയും. ഇപ്പൊ ജിംനേഷ്യത്തിൽ പോവുകയാണെങ്കിൽ ആ ജിംനേഷ്യത്തിൽ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു, ക്രമേണ ട്രെഡ്മില്ലിൽ കയറുന്നു, അങ്ങനെ ഓരോ എക്യുപ്മെന്റുകളിലും കയറി ഞാൻ എക്സർസൈസുകൾ ചെയ്യുന്നു. ക്രമേണ എന്റെ മസിലുകളൊക്കെ ഇങ്ങനെ വളരുവാൻ തുടങ്ങുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ 6 പാക്ക് ഒക്കെ ആയി മാറുന്നു എന്നുള്ള കാര്യത്തെ മുൻകൂട്ടി കാണാൻ കഴിയും. അല്ലെങ്കിൽ യോഗ പരിശീലിക്കുമ്പോൾ ക്രമേണ ശിഥിലീകരണ വ്യായാമം ചെയ്ത് എന്റെ ഓരോ ജോയിന്റുകളും ക്രമേണ ചലിച്ചു തുടങ്ങി. ചലിക്കാതിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പം ജീവൻ വെച്ച പോലെ എഴുന്നേറ്റ് വന്നു. ക്രമേണ എന്റെ ജീവിതം ഫ്ലെക്സിബിളായി, എന്റെ ലൈഫ് ഫ്ലെക്സിബിളായി, ശരീരം ഫ്ലെക്സിബിളായി. പിന്നീട് പതുക്കെ കാഠിന്യമേറിയ ആസനങ്ങളൊക്കെ ചെയ്യുവാൻ ഞാൻ തുടങ്ങി, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പുതിയ ശീലത്തിലേക്ക് പോകുക. ആ ശീലം തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രോത്ത്, നമുക്കുണ്ടാകുന്ന വളർച്ചയെ മുൻകൂട്ടി കാണാനുള്ള കഴിവില്ലായ്മ പലപ്പോഴും ഈ ശീലത്തെ ഉപേക്ഷിച്ചു പോകുവാൻ നമ്മളെ സഹായിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷൻ ബോർഡൊക്കെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പഴയ കാലത്തൊക്കെ ഇപ്പോഴും ഉണ്ട്, ഈ പുതിയതായിട്ട് ജിംനേഷ്യത്തിൽ താല്പര്യപ്പെട്ടു പോകുന്ന, അതിനോട് അതീവ താല്പര്യമുള്ള വ്യക്തികളുടെയൊക്കെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അവരുടെ ചില പടങ്ങൾ അവരുടെ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജിംനാസിയുടെ നല്ല മസിലൊക്കെ ഉള്ള ഒരാളുടെ പടത്തിന്റെ അവിടെ ഇവരുടെ തല വെട്ടിയൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കാരണം അവർ മുൻകൂട്ടി കാണുന്നത് അതാണ്, അതുപോലെ എനിക്ക് ശരീരമുണ്ടായി വരണം. അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയി നിൽക്കുന്നത് ആ യോഗ പരിശീലകന്റെ ചിത്രത്തിന്റെ അവിടെ വേണമെങ്കിൽ തല വെട്ടി ഒട്ടിച്ച് വെച്ചുകൊണ്ടാണ്. കാരണം അവർ മുൻകൂട്ടി കാണുന്നതാണ്. നമ്മളിപ്പം വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയുമ്പോൾ, ഉദാഹരണത്തിന് SNDP ശാഖായോഗം പണിയുകയാണ്, ഗുരുമന്ദിരം പണിയുകയാണ് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഒരു രൂപരേഖ, ഫൈനൽ ഒരു പ്രിന്റ് നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കാറുണ്ട്. കെട്ടിടം സ്ഥലം മാത്രമേ ഉള്ളൂ, തറക്കല്ല് പോലും കെട്ടിയിട്ടില്ലെങ്കിലും ഇതിന്റെ ഒരു രൂപരേഖ നമ്മൾ നോട്ടീസ് വഴിയൊക്കെ പ്രസിദ്ധം ചെയ്യാറുണ്ട്. കാരണം ഇതിനെ മുൻകൂട്ടി നമ്മൾ മനസ്സിലങ്ങ് ഉറപ്പിച്ച് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ചിത്രങ്ങൾ വരച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇതെല്ലാം തന്നെ ഫൈനൽ ചെയ്തിട്ടുണ്ട്, അതിന് ആ കെട്ടിടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതില്ലാതെ പോകുമ്പോൾ ചിലപ്പോ അത്രത്തോളം നമുക്ക് ആ ഒരു മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇതിന്റെ ഫൈനൽ പാർട്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിൽ കാണാനുള്ള കഴിവ് ഇല്ലായ്മയാണ് പലപ്പോഴും നമ്മളെ ഈ ശീലത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ അവിടെ ഒരു സംശയം പലർക്കും തോന്നാം, എത്ര കാലം വേണം എനിക്ക് പുതിയൊരു ശീലം ശീലിക്കുവാനായിട്ട്? അപ്പോ അവിടെ പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പോ പലപ്പോഴും നമ്മൾ മുൻപൊക്കെ പഠിച്ചിട്ടുണ്ട് 21 ഡേയ്സ് ചലഞ്ച്, 21 ദിവസമാണ്. അതായത് ഇവിടെ ഹാൽ പറയുന്നത് ഒരു ഹിപ്നോട്ടിക് സെഷൻ മുതൽ 21 ദിവസം വരെയാണ് ചിലപ്പോ നമുക്ക് ഒരു ശീലം ശീലിക്കുവാൻ വേണ്ട കാലയളവ്. അതായത് ഒരു ഹിപ്നോട്ടിക് വിദഗ്ധന്റെ അടുക്ക് ചെന്നിട്ട് എനിക്ക് പ്ലെയിനിൽ കയറാൻ വളരെയധികം പേടിയുണ്ട്, എന്റെ കാല് വിറയ്ക്കും എന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു ഹിപ്നോട്ടിക് സെഷൻ നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു മോഹനിദ്രയിലൊക്കെ നമ്മളെ അങ്ങ് കിടത്തി ഉറക്കിയിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ ഈ പേടിയൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഹിപ്നോട്ടിക് സെഷൻ മുതൽ 21 ദിവസം വരെയാണെന്ന് പലരും പറയാറുണ്ട് ശീലം ശീലിക്കുവാൻ, പുതിയ ശീലം ശീലിക്കുവാൻ വേണ്ടി വരുന്നത് എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ 21 ദിവസം എന്ന സങ്കല്പം എവിടുന്നാണ് വന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട്. അത് വന്നത് മറ്റെങ്ങു നിന്നുമില്ല, സൗന്ദര്യ ശസ്ത്രക്രിയാ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ മാക്വൽ മാൾട്ട് എഴുതിയൊരു പുസ്തകമുണ്ട്. മാക്വൽ മാൾട്ട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മേഖല എന്തെന്ന് ചോദിച്ചാൽ സൗന്ദര്യം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, പ്ലാസ്റ്റിക് സർജറികളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ നല്ല മിടുക്കികളാക്കി കൊടുക്കുന്നൊരു ലോകത്തിലെ തന്നെ അറിയപ്പെട്ടൊരു വിദഗ്ധനായിരുന്നു ഈ ഡോക്ടർ മാക്സ്വൽ മാൾട്ട് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹം ഒരു പുസ്തകം രചിച്ചിരുന്നു 1960കളിൽ എഴുതിയ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്, ഞാനൊക്കെ ജനിക്കും മുമ്പ് എഴുതിയ പുസ്തകം. അപ്പൊ ആ ഒരു പുസ്തകത്തിലൂടെ ഇദ്ദേഹം പറഞ്ഞു, ആ പുസ്തകത്തിന്റെ പേര് സൈക്കോ സൈബർനെറ്റിക്സ് എന്നാണ്. സൈക്കോ സൈബർനെറ്റിക്സ് വലിയ തടിയൻ പുസ്തകമാണ് കേട്ടോ, ഒരുപാട് 1000-ഓളം പേജുകളുണ്ട്. ആ പുസ്തകത്തിലൂടെയാണ് ഇദ്ദേഹം അന്ന് പ്രസ്താവിച്ച കാര്യമാണ് 21 ദിവസമാണ് ശരീരത്തിന്റെ മുറിച്ചുമാറ്റലുകളെ ശരീരം പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയം. അതായത് ഒരു അവയവം നമുക്ക് നഷ്ടമായി എന്ന് വിചാരിക്കുക, കയ്യോ കാലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ആണെങ്കിൽ എന്നാണ് തുടയിലെ കുറെ മാംസങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് മുഖത്ത് എവിടെയെങ്കിലും ഒക്കെ പ്രശ്നമുള്ളിടത്തേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് പ്ലാസ്റ്റിക് സർജറി.
അതായത് കൂടുതൽ മാംസങ്ങൾ ഉള്ള സ്ഥലത്തു നിന്നും കുറച്ചെടുത്തിട്ട് ഈ ബാക്കി സ്ഥലങ്ങളിലൊക്കെ വെച്ച് സർജറി ചെയ്യുന്നതാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ആ പഴയ സ്ഥലത്ത് വീണ്ടും ആ ഒരു മാംസദളം വീണ്ടും ഉണ്ടായി വരും. അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഒരു അവയവത്തിന് ഒരു നഷ്ടം ഉണ്ടാകുമ്പോൾ ഇതിനോട് ശരീരം പൊരുത്തപ്പെടാൻ എടുക്കുന്ന ഒരു കാലയളവെന്ന് ഈ മാക്സ്വെൽ മാൾട്സ് പറഞ്ഞ കാര്യമാണ് 21 ദിവസം കൊണ്ടാണ് ഇത് രൂപപ്പെടുന്നത് എന്ന്. അത് 1960 പുറത്തിറക്കിയ സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അവയവ നഷ്ടവുമായി ശരീരം പൊരുത്തപ്പെടാൻ 21 ദിവസം വേണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനായിട്ട് മനുഷ്യർക്ക് 21 ദിവസം വേണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ജീവിതത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പൊ ശരീരത്തിന്റെ കഠിനമായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു അവയവം നഷ്ടപ്പെട്ടാൽ അതുമായിട്ട് ശരീരം പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയമാണ്. ഇതുപോലെ തന്നെയായിരിക്കും മനസ്സിന്റെ മാറ്റവുമെന്ന്. മനസ്സ് പുതിയൊരു ശീലവുമായി പൊരുത്തപ്പെടാൻ, അത് പഴയ ഒരു ശീലത്തെ കളയുന്നത് മനസ്സിന്റെ ഒരു അവയവം തന്നെ നഷ്ടപ്പെടുന്നത് പോലെയാണ്. അപ്പൊ അവിടെ പുതിയതൊന്ന് കയറി വരാനായിട്ട് 21 ദിവസം വേണ്ടി വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്, ഡോക്ടർ മാക്സ്വെൽ മാൾട്സ് പറയുന്നത്. അപ്പോ ശീലങ്ങൾ, എന്നാൽ ഹാൽ ഇവിടെ പറയുന്നത് ഓരോ മനുഷ്യർക്കും അവൻ ഉപയോഗിക്കുന്ന പുതിയ പുതിയ ശീലങ്ങളുടെ കടുപ്പം അനുസരിച്ചിട്ടാണ് ആളുകൾ അതിലേക്ക് പൊരുത്തപ്പെടുക എന്ന് പറയുന്നു. അതായത് ആളുകൾക്ക് തഴക്കമുണ്ടാകാൻ ചിലപ്പോ 21 ദിവസത്തേക്കാൾ കൂടുതൽ എടുക്കാം എന്ന് പറയുന്നു. അപ്പൊ ഹാല് അതിനെ ഒരു ദിവസത്തിൽ ചിട്ടപ്പെടുത്തി. 21 ദിവസം ആരാണ്? മാക്സ്വെൽ മാൾട്സ് പറഞ്ഞതാണ്. പക്ഷെ ഹാല് പറയുന്നു 21 അല്ല, 30 ദിവസം തികച്ച് നിങ്ങൾ അങ്ങ് ചെയ്യുക, പുതിയ ശീലത്തെ ഉപയോഗിക്കുക. അത് നിങ്ങളിലേക്ക് പൊരുത്തപ്പെട്ടു തുടങ്ങും. ആ ശീലം നിങ്ങളുടെ ഒരു ശീലമായി തന്നെ മാറും. അത് ക്രമേണ പിന്നെയും അതിനെ വിട്ടുകളയരുത്. വീണ്ടും അത് ചിലർക്കാണെങ്കിൽ അത് 60 ദിവസമോ 90 ദിവസമോ 3 മാസമോ ഒക്കെ ചിലപ്പോൾ എടുക്കാം. കാരണം നമ്മൾ ഈ യോഗയൊക്കെ പരിശീലിക്കാൻ വരുമ്പോൾ അവരോട് പറയാറുണ്ട്, ഈ 1 മാസം കൊണ്ട് യോഗ പരിശീലനം നിർത്തിയിട്ട് നമുക്ക് തനിയെ വീട്ടിലിരുന്ന് ചെയ്ത് ശീലമാക്കി എടുക്കാമെന്ന് വിചാരിക്കും. പലർക്കും സാധിക്കാറില്ല. കാരണം അത്രത്തോളം അവരുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് അവിടെ രൂപപ്പെട്ടിട്ടില്ല. ഇതൊരു 3 മാസം 2 മാസമോ 3 മാസമോ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ, കാരണം ഈ 3 മാസവും കൃത്യമായിട്ട് ഇതിനെ പരിശീലിക്കുന്ന ഒരു സമയം നമ്മൾ കറക്റ്റ് ചെയ്താൽ പിന്നീട് നമുക്ക് അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അസ്വസ്ഥത അനുഭവപ്പെടാറ്. ഇങ്ങനെ ശീലത്തെ മാറ്റിയെടുക്കാം എന്ന് പറയുന്നു. അപ്പം ശരിയായ മാർഗം ഉപയോഗിച്ചാൽ 30 ദിവസം വേണമെന്നാണ് ഹാല് പറയുന്നത്. അപ്പോ ഏതൊരു ശീലത്തെയും നിങ്ങൾക്ക് 30 ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് അത് ശരിയായ മാർഗമാണെന്ന് ഹാൽ ഇവിടെ തറപ്പിച്ച് പറയുന്നില്ല. ചിലപ്പോ അതിൽ കൂടുതൽ ദിവസം ചിലർക്ക് എടുക്കാം. 30 എന്നുള്ളത് 60 ദിവസമാകാം, 90 ദിവസമാകാം, വീണ്ടും കൂട്ടാം 120 ദിവസമായി. ഇങ്ങനെ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ അത്രയും ദിവസത്തിലേക്ക് നമ്മുടെ ഈ ശീലത്തെ എങ്ങനെയും കഷ്ടപ്പെട്ട്, കാരണം ഈ പുതിയ ശീലം വരുമ്പോൾ അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ചെയ്യുക. മനസ്സ് പലയിടത്തും പ്രതികരിക്കും. ഉപബോധ മനസ്സ് ഇങ്ങോട്ട് പോരും, നീ അങ്ങോട്ട് അവിടെയെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കും. പല രീതിയിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകും. ചില രോഗങ്ങൾ, ബാലാരിഷ്ടതകൾ ഉണ്ടാകും. കുട്ടികൾ സ്കൂളിൽ ആദ്യം പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ വയറുവേദനയും പനിയും ഒക്കെ ചുമ്മാ ഉണ്ടാകും. ശരീരത്തിന് വേദന ഉണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങളും പുതിയ ശീലത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ തടസ്സപ്പെടുത്താൻ വരും. ഇവിടെയൊന്നും നമ്മൾ ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോകണം. എത്ര മോശമാണ്, എത്ര ബോറടിയാണെങ്കിലും അത് ഞാൻ ചെയ്തേ അടങ്ങും എന്നുള്ള രീതിയിൽ പോകണം. ഇങ്ങനെ പോകുമ്പോൾ അത് ക്രമേണ നിങ്ങളുടെ ശീലമായിട്ട് പ്രത്യക്ഷപ്പെടാൻ. ശീലമാണ് ആദ്യം നമ്മളൊരു താല്പര്യത്തിൽ ചെയ്തു തുടങ്ങി, അത് പിന്നീട് നമ്മുടെ ശീലമായി, ശീലം പിന്നീട് നമ്മുടെ ഒരു സ്വഭാവം തന്നെയായി മാറും. നമ്മുടെ സംസ്കാരമായി മാറും. പിന്നീട് നമുക്കത് നമ്മുടെ വിധിയെ തന്നെ മാറ്റി എഴുതുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോ 30 ദിവസങ്ങൾക്ക് മേൽ പൂർണ്ണ നിയന്ത്രണം കൈവരിക്കുക എന്നുള്ളതാണ്. 30 ദിവസം കൊണ്ട് നമ്മുടെ ആ ശീലങ്ങൾ, നമ്മുടെ ആ രീതികളിൽ നമ്മൾ പൂർണ്ണ നിയന്ത്രണം കൈവരിച്ചിരിക്കണം. അതിന്റെ താക്കോൽ നമ്മുടെ കയ്യിലായിരിക്കണം. അല്ലെങ്കിൽ പഴയ ശീലത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ക്രമേണ ആ ശീലം നമ്മെ നിയന്ത്രിക്കാം. അപ്പൊ മദ്യപാനം ചെയ്യുന്നവർക്ക്, ലഹരി ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന ഇതാണ്. അത് ക്രമേണ ചെറുതായി ഒന്ന് ഉപയോഗിച്ചു തുടങ്ങി. വീട്ടിൽ എവിടെയെങ്കിലും വെച്ച് പണ്ട് കാരണവരാരെങ്കിലും കുറച്ച് മദ്യം ഒന്ന് രുചിച്ചു നോക്കാൻ തന്നതായി, അല്ലെങ്കിൽ സുഹൃത്ത് വലയങ്ങൾക്കിടയിൽ
ഒരല്പം കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള നിർബന്ധത്തിന്, സ്നേഹപൂർണമായിട്ടുള്ള ആ നിർബന്ധത്തിന് വഴങ്ങി തുടങ്ങിയതായിരിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി. ഇത് ക്രമേണ നമ്മൾ ശീലിച്ച് പിന്നെ എന്ത് ചെയ്യും, നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എപ്പോഴും മദ്യാസക്തി ഉണ്ടാകുന്നു, മദ്യം കഴിക്കണമെന്ന് തോന്നുന്നു. പിന്നീട് വീട്ടിൽ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇതിനെ കുറേശ്ശെ കഴിച്ചു തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം പോലും നമുക്കിത് ഇല്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കഴിയില്ല. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ലേഡി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് കണ്ടു, അല്പം മദ്യമൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ നമ്മുടെ ഫങ്ഷൻസിനൊക്കെ കൂടുന്ന പല ഭർത്താക്കന്മാരെയും കണ്ടിട്ടുണ്ട്. സംസാരിക്കാത്ത ഭർത്താക്കന്മാരൊക്കെ ഭയങ്കരമായ രസകരമായിട്ട് സംസാരിക്കുന്നു മദ്യം കഴിച്ചു കഴിയുമ്പോൾ. വീട്ടിൽ ഇന്നേ വരെ ഒരു പാത്രം പോലും എടുത്തു വെച്ചിട്ടില്ലാത്ത ഹസ്ബൻഡ്സ് ഒക്കെ എക്സ്പെർട്ട് കുക്കുകളായി മാറുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ ഈ ഒരു ശീലം തെറ്റാണോ എന്ന് അവർ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ തെറ്റാന്ന് തന്നെ പറയുന്നു ആ ശീലത്തെക്കുറിച്ച്. ആ ശീലമുള്ളവരിൽ ഭൂരിപക്ഷം പേരും ആ ഒരു ശീലം കൊണ്ട് മാത്രം അവരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കിയത് അല്ലെങ്കിൽ കുടുംബം വെളുത്തിട്ടുള്ളത് നമുക്കറിയാം. രോഗങ്ങൾ ഉണ്ടായിട്ടുള്ള കഥ നമുക്കറിയാം. ഈ ഒരു ചെറിയ ഗുണങ്ങൾക്ക് വേണ്ടി അത്തരം പല വലിയ കാര്യങ്ങളെയും നമ്മൾ മാറ്റിവെക്കണോ, കളഞ്ഞു കുളിക്കണോ എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോ എന്താണ് നമ്മൾ പുതിയ ശീലത്തില് ഗുണകരമായിട്ടുള്ള പുതിയ ശീലം ശീലിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ മദ്യപാനം നിർത്തുമ്പോൾ അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് മുൻകൂട്ടി അറിയാനുള്ള കഴിവില്ലായ്മയാണ് പലപ്പോഴും അവിടെ തന്നെ തുടരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ നല്ല ശീലം ശീലിക്കുന്നതിന്, ഒരു പഴയ മോശം ശീലത്തെ ഉപേക്ഷിക്കുന്നതിനും ആവശ്യമായ 30 ദിവസത്തെ സമയ പരിശീലനമാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഹാൽ പറഞ്ഞു തരുന്നത്. അതായത് ഈ 30 ദിവസങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വീതമുള്ള 3 പാർട്ടുകൾ 30 ദിവസത്തെ. അപ്പൊ അതില് 1ാം ഘട്ടം എന്ന് പറയുന്നത്, പുതിയൊരു ശീലം നമ്മൾ തുടങ്ങുമ്പോൾ 1ാം ഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ 10 ദിവസമായിരിക്കാം. ചെയ്യാൻ തുടങ്ങി ഇപ്പം എക്സർസൈസ് ചെയ്യാൻ പോകും, യോഗ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം എന്താണ്, ശരീരത്തിലേക്ക് ഒന്ന് മെല്ലെ തട്ടി കൊടുക്കുകയാണ് ചെയ്യുക. കാരണം മൊത്തത്തിൽ ഒന്ന് ശരീരത്തിലേക്ക് ഒരു ഇളക്കം കൊടുക്കുക, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ രക്തഓട്ടമൊക്കെ ഉണ്ടായി, ചെറുതായിട്ട് ശരീരത്തിലേക്ക് ഒരു ഊർജം വെച്ചു. അപ്പൊ ക്രമേണ നമ്മുടെ ജോയിന്റുകളൊക്കെ ഇങ്ങനെ ഒന്ന് അനക്കാനൊക്കെ നമ്മൾ തുടങ്ങി. അവിടുന്ന് ക്രമേണ ശരീരത്തിന്റെ പല ഭാഗങ്ങളുടെ ജോയിന്റുകളൊക്കെ ഇളക്കാൻ തുടങ്ങി. അത് ക്രമേണ നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് വളയ്ക്കാനും തിരിക്കാനും നിവരാനും കഴുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനും ഒക്കെയുള്ള രീതിയിൽ ക്രമേണ ആസനാസൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു, സ്ട്രെച്ചിങ്ങിലേക്ക് വരുന്നു. എന്ന് പറയുന്നത് പോലെ തന്നെ ആദ്യത്തെ 10 ദിവസം നമുക്ക് ഏറ്റവും അസഹ്യമായിരിക്കും. ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ അസഹനീയമായ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അസഹനീയമായ വേദനകൾ നമുക്കുണ്ടാകും. പുതിയ രോഗങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് പ്രത്യക്ഷപ്പെടും. ഇതെല്ലാം തന്നെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തികളാണ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുകയാണ്. നീ അവിടെയൊന്നും പോകണ്ട, ഇങ്ങോട്ട് പോര്, നിന്റെ സേഫ് സോണിലേക്ക് നീ വാ എന്ന് പറഞ്ഞു തരികയാണ്. അങ്ങനെ ആദ്യത്തെ 1-2 ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഇത്തരം ശീലങ്ങളിലേക്ക് വരുമ്പോൾ 1-2 ദിവസം നമുക്ക് അതിനോടുള്ള ആ ഒരു താല്പര്യം കൊണ്ട് നമ്മൾ വളരെ സന്തോഷത്തോടെയും ഉത്തേജനത്തോടെയൊക്കെ ചെയ്യാൻ തുടങ്ങും. കാരണം പുതുമകൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പുതുമ ചെയ്യുമ്പോൾ, ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു കാര്യം ഇന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആവേശത്തിൽ നമ്മൾ 1-2 ദിവസമൊക്കെ ചെയ്യും. അപ്പൊ അന്നൊക്കെ നമുക്ക് അനായാസമായിട്ട് തോന്നും. ഇപ്പൊ ഈ ചീട്ട് കളിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് ജീവിതത്തിൽ ആദ്യം കളിച്ച കളിയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ടാവും. കാരണം ആ കളി തന്നെ അവനെ അങ്ങ് പ്രലോഭിപ്പിച്ച് കളയുകയാണ്. നീ അങ്ങ് വിജയിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും, ജീവിതത്തിൽ ഇന്ന് വരെ അവൻ വിജയിച്ചിട്ടുണ്ടാവില്ല. കാരണം ശീലമായി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും, നമുക്ക് ആസ്വാദ്യതയുണ്ടാകും 1-2 ദിവസം. എന്നാൽ ക്രമേണ പുതുമ മാറുമ്പോൾ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് ആവേശിക്കും. നമ്മളൊന്ന് വായന തുടരാൻ ശ്രമിക്കുമ്പോൾ, എക്സർസൈസ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, ഇങ്ങനെ പുതിയ പല ശീലങ്ങളും തുടങ്ങാൻ പോകുമ്പോൾ നമ്മളെ ക്രമേണ യാഥാർത്ഥ്യം നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കാൻ. ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതൊക്കെ മോശമാണ്, ഇതൊന്നും തെറ്റാണ്, ഇതൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ തുടങ്ങും. അത് ക്രമേണ പല രോഗങ്ങളുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. പല രീതിയിൽ നമ്മളെ പുറകോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കും. ക്രമേണ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, വെറുക്കാൻ തുടങ്ങും. ഇത് ഇനിയിപ്പം സമയം നോക്കിക്കൊണ്ടൊക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങും.
6 മണിയായി. ഇനി 7 മണി വരെ ഇതൊന്ന് ചെയ്യാം, എങ്ങനെയെങ്കിലും ഒന്ന് 7 ആയിരുന്നെങ്കിൽ, ആ സൂചി ഒന്ന് തിരിഞ്ഞ് 7 എത്തിയിരുന്നെങ്കിൽ ഇതും പണ്ടാരം അടക്കാനായിട്ട് ഇതും ഇവിടെ നിർത്തിയിട്ട് എനിക്ക് പോകാമായിരുന്നു എന്നുള്ള ഈ ക്രമേണ വെറുക്കാൻ തുടങ്ങും. അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടാവുകയോ ശരീരവേദന, രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി അവധി എടുക്കാൻ ഒരു കാരണമായി. എന്റെ ശരീരവേദന, ഇന്ന് പെയിനൊക്കെ ഉണ്ട്, ഇന്ന് എനിക്ക് അസുഖമുണ്ട്, അസ്വസ്ഥതയുണ്ട്, തീരെ മേല, ഒന്ന് റെസ്റ്റ് എടുത്ത് കളയാം. ഇങ്ങനെ ഈ റെസ്റ്റ് എടുക്കുന്നതാണ് ക്രമേണ ദൈർഘ്യം കൂടി ആ ശീലത്തെ തന്നെ നമ്മൾ അവിടെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് നമ്മൾ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് മടങ്ങി. അപ്പൊ ഇതിനെ ചെറുക്കാനായിട്ട് വെമ്പൽ കൊള്ളും. നമ്മൾ എന്ത് ചെയ്യും? ഈ ശീലത്തെ ചെറുക്കാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളും, മനസ്സുകൊണ്ട് തള്ളിക്കളയാൻ തുടങ്ങും, ഞാനതിനെ വെറുക്കുന്നു എന്ന് നമ്മൾ പറയാൻ തുടങ്ങും. അങ്ങനെ ക്രമേണ അതിനെ ഉപേക്ഷിക്കും. അപ്പോ നേരത്തെ എണീക്കുന്നതിനാണ് നിങ്ങൾക്ക് ശീലിക്കുന്നതെങ്കിൽ നേരത്തെ ഉണരുക എന്ന പുതിയ ശീലം തുടങ്ങാൻ ഇതാണ് ശരിയായ സമയം. ഇപ്പോൾ തന്നെ തുടങ്ങിക്കൊള്ളുക. പലപ്പോഴും നമ്മൾ നീട്ടി വെക്കാറുണ്ട്. പുതിയ ശീലം തുടങ്ങുന്ന ഇന്നല്ല, അടുത്ത ആഴ്ച ആവട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസമാവട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടുത്ത പുതുവത്സരം ജനുവരി 1 കുറെ സമയമുണ്ട്, അന്ന് തൊട്ട് തുടങ്ങിക്കളയാം ഈ രാവിലെ ഉണരുന്ന ശീലം എന്ന് നമ്മൾ മാറ്റി വെക്കുമ്പോൾ പലപ്പോഴും ജനുവരി 1 വന്നു പോകുന്നത് പോലും ചിലപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത തിങ്കളാഴ്ച തുടങ്ങി നമ്മൾ അറിയുക പോലുമില്ല. ഇങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ എന്നുള്ള രീതിയിൽ ഇതാണ് ഏറ്റവും നല്ല നിമിഷം, ഈ നിമിഷമാണ് സുന്ദര നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ തുടങ്ങിയെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് പോകുവാൻ സാധിക്കുക. അപ്പോ തുടങ്ങിക്കഴിയുമ്പോൾ ആദ്യത്തെ 10 ദിവസം നമ്മുടെ അനുഭവം ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. രാവിലെ എണീക്കുന്ന ഒരു ശീലം തുടങ്ങിയാൽ രാവിലെ 4 മണിക്കൊന്നും എണീറ്റ് കളയാം എന്ന് കരുതി നമ്മൾ നാളെ രാവിലെ എണീക്കാനായിട്ട് അലാറമൊക്കെ വെച്ചു. നമ്മുടെ ടൈം പീസ് ഇല്ലായിരുന്ന ടൈം പീസ് നമ്മൾ എന്ത് ചെയ്തു? പോയി വില കൊടുത്ത് മാറ്റി. കാരണം പാരമ്പര്യ രീതിയിലുള്ള സാധനം തന്നെ വെച്ചെങ്കിലേ എനിക്ക് ഉണരാൻ പറ്റുള്ളൂ, ഫോണൊന്നും പറ്റില്ല. അലാറമൊക്കെ വെച്ചു, അങ്ങോട്ട് ഉണരാൻ ശ്രമിച്ചു, രാവിലെ എണീക്കുന്നു. അപ്പൊ അന്ന് രാവിലെ നമ്മൾ ആദ്യത്തെ ദിവസം രാവിലെ പറയുന്ന ഒരു കാര്യമുണ്ട് മനസ്സിൽ, പണ്ടാരം അടങ്ങാൻ നേരം വെളുത്തല്ലേ, നീ എണീക്കണം. എനിക്കാണെങ്കിൽ എണീക്കാനൊന്നും വയ്യ, കുറച്ച് നേരം കൂടി കിടക്കാം. അവന്റെ സ്നൂസ് ബട്ടൺ പിടിച്ചത് അമർത്തി വെക്കും. കാരണം 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇവൻ അടിച്ചോളും. സ്നൂസ് ബട്ടൺ ഇങ്ങനെ കൈ നീട്ടി നമ്മൾ എന്ത് ചെയ്ത്, ആ പുതപ്പ് പോലും മാറ്റുന്നില്ല, പുതപ്പിന്റെ ഇടവഴി കൈ ഇങ്ങനെ നീട്ടിയാണ് ചെയ്തത്. ഇങ്ങനെ ഒന്ന് സ്നൂസ് ബട്ടൺ നീക്കി വെച്ചു, കുറച്ചുകൂടെ കിടക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ വീണ്ടും അവന്റെ ജോലി ചെയ്യും, നമ്മൾ എണീക്കും. എന്നാ ഒരു 10 മിനിറ്റ് കൂടെ തള്ളി വെച്ചേക്കാം. 10 മിനിറ്റ് പോയാൽ വലുതായിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. ആ 10, 5, 15 മിനിറ്റ് കുറച്ച് ആദ്യത്തെ ദിവസം വയ്ക്കട്ടെ, 15 മിനിറ്റ് താമസിച്ചിട്ട് കുഴപ്പമൊന്നും. 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ കൃത്യമായിട്ട് ജോലി ചെയ്തു. അപ്പോൾ നമുക്ക് പറയും, പണ്ടാലാണ് ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഉറങ്ങിയെന്നിരിക്കാം. ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതിനുള്ള വഴികളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സ്നൂസ് ബട്ടൺ അമർത്തുന്ന രീതിയിൽ തൊട്ടടുത്തെങ്കിലും നമ്മുടെ അലാറത്തെ വെക്കരുത്. നമ്മൾ എണീറ്റ് നടന്നു ചെന്ന് ഓഫ് ചെയ്യാവുന്ന അകലത്തിലെ നമ്മുടെ അലാറം വെക്കാവുള്ളൂ. കാരണം എണീറ്റൊന്ന് നടന്ന് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ കിടക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരും. നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഉറങ്ങാനുള്ള ആ ഒരു രീതിയൊക്കെ മാറിക്കിട്ടും. ഇങ്ങനെ അസഹ്യമെന്ന് തോന്നാവുന്ന ഈ 10 ദിവസം, ആദ്യത്തെ ഈ 10 ദിവസം അസഹ്യമെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അത് താൽക്കാലികമാണ്. കാരണം ഇന്ന് നമുക്കറിയാം, 1000-ലധികം ദിവസം പിന്നിട്ട സാധനയിലെ പ്രിയപ്പെട്ട സുഹൃതികളെ, നിങ്ങൾക്ക് ഇന്നത് ആസ്വാദ്യകരമായിട്ടല്ലേ തോന്നുക? രാവിലെ ഉണരുക എന്ന് പറഞ്ഞാൽ എത്ര സുഖമാണ്. രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി നല്ല രീതിയിലേക്ക് വരിക, അല്ല എത്ര ആസ്വാദ്യകരം. അന്നത്തെ ദിവസം തന്നെ എത്ര സുന്ദരം, എത്ര സമയം നമുക്ക് അധികമായിട്ട് കിട്ടുന്നു, ഓരോ ജോലി എത്ര സമാധാനപൂർവ്വം നമുക്ക് അന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു, അല്ലെ? പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ഇതൊരു അസഹ്യത തോന്നി. ആദ്യത്തെ ആ 10 ദിവസത്തെ നമ്മൾ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ നമുക്കിന്ന് ഇതുപോലെ സമ്മതിക്കാൻ സാധിക്കില്ലായിരുന്നു. രാവിലെ എണീക്കുന്ന ശീലം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മൾ വീണ്ടും ആ പഴങ്കഥ എടുത്ത് ഞാൻ പറയുന്നു. നമ്മുടെ സാധന ആരംഭിച്ചപ്പോൾ പലരും ചോദിച്ചു, രാവിലെ 5:30-ക്കോ വൈകുന്നേരമാക്കിയാൽ പോരെ എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു. കാരണം ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ വെളുപ്പിനെ 5:30 ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ ഓർക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ, വർഷങ്ങൾ കുറെ പ്രായമൊക്കെ ആയി, പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ വെളുപ്പിനെ 5:30 എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴോ ഞാൻ കണ്ടിരുന്നു. അന്ന് സ്കൂളിൽ പിക്നിക്ക് പോയ സമയത്ത് ഞാൻ ആവേശത്തോടെ എണീച്ചിരുന്നത് അല്ലാതെ ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ 5:30 എന്നുള്ളൊരു സമയം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വൈകുന്നേരം ആക്കിയാലോ എന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ വന്നു. പക്ഷെ അത് ക്രമേണ 5:30-യിൽ നിന്ന് 5 മാറി, 4:45, 4 നമുക്ക് ഇങ്ങനെ വളരെ സുഖകരമായ അസഹ്യതയിൽ നിന്ന് ആസ്വാദ്യതയിലേക്ക് നമ്മൾ വന്നു. അപ്പോ ഇങ്ങനെ തോന്നുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ഒരു
താൽക്കാലികമായിട്ടുള്ള ഒരു അസഹ്യത ആദ്യത്തെ ദിവസം തോന്നും. അപ്പോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാം, പലപ്പോഴും ഈ പുതിയ ശീലം തുടങ്ങുന്ന 95% പേരും, അതായത് ഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാരും ഈ ദിവസങ്ങൾ കൊണ്ട്, ഈ 10 ദിവസങ്ങൾ കൊണ്ട് വ്യായാമം അല്ലെങ്കിൽ രാവിലെ ഉണരുന്ന ശീലം ഒഴിവാക്കി പോവുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ വിജയിച്ചവർ 3% എന്നൊരു കണക്ക് സൂചിപ്പിക്കും. കാരണം ബാക്കി 97% പേരും അവിടെ വെച്ച് തന്റെ ശീലങ്ങളെ അവസാനിപ്പിച്ച് പഴയ ശീലത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇതിനെ അതിജീവിച്ചവരൊക്കെയാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ 10 ദിവസത്തെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് കടത്തിവിടുന്നു. അതിനുശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കും. അതായത് 11-ാം ദിവസം മുതൽ 20-ാം ദിവസം വരെ. ഇതിനെ ഹാല് വിശേഷിപ്പിച്ചിരുന്നത്, ആദ്യത്തത് അസഹ്യമാണെങ്കിൽ ഇത് അസ്വസ്ഥമായിരിക്കും. 11-ാം ദിവസം മുതൽ 20-ാം ദിവസം വരെ നമുക്ക് വളരെ അസ്വസ്ഥതകളായിരിക്കാം. അല്ലെങ്കിൽ ദുഷ്ടകരമായിട്ടുള്ള ആ 10 ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അനായാസമായ 10 ദിവസം വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ പതിയെ പതിയെ പുതിയ ശീലത്തോട് നമ്മൾ ക്രമേണ പൊരുത്തപ്പെട്ട് തുടങ്ങുന്ന സമയമാണ് 11-ാം ദിവസം മുതൽ. അപ്പോ അതിന്റെ ഗുണഫലങ്ങളൊക്കെ പിന്നീട് നമ്മൾ ക്രമേണ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. രാവിലെ ഉണരുക എന്നുള്ളൊരു ശീലം 10 ദിവസം ഞാൻ കൃത്യമായി കഷ്ടപ്പെട്ട് അലാറമൊക്കെ ദൂരെ വെച്ച് എണീറ്റ് അവിടേക്ക് രാവിലെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് എണീറ്റൊക്കെ വന്ന് കൈവെള്ളയിലേക്കൊക്കെ നോക്കി, കുറെ നമ്മൾ പാരമ്പര്യമായി നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന പല ശീലങ്ങളൊക്കെ കൈവെള്ളയിലേക്ക് നോക്കി എണീക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, മുത്തശ്ശിയൊക്കെ പറയുമായിരുന്നു, രാവിലെ എണീക്കുമ്പോൾ കണ്ണുകൾ തുറന്നുകൊണ്ട് എണീക്കാതെ രാവിലെ എണീറ്റിട്ട് ഒന്നുകിൽ നമ്മുടെ കൈവെള്ളയിലേക്ക് നോക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഭൂമിയെ തൊട്ട് തലയിൽ വെച്ചുകൊണ്ട് വേണം, ഭൂമിയിലേക്ക് ഇറങ്ങും മുമ്പ് ഭൂമി ദേവിയോട് ക്ഷമ പറഞ്ഞിട്ട് വേണം കട്ടിലിൽ നിന്ന് കാല് താഴേക്ക് കുത്താൻ. കാരണം ഭൂമിയിലേക്ക് ചവിട്ടാൻ പോവുകയാണ്. അതിനു മുമ്പ് ആ ഭൂമി ദേവിയാകുന്ന അമ്മയോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, ഞാനിന്ന് ചവിട്ടാൻ പോവുകയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പല ശീലങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു നോക്കി. 10 ദിവസം കഴിഞ്ഞു. 11-ാം ദിവസം മുതൽ നമ്മൾ ക്രമേണ ഈ ശീലത്തിന്റെ ഗുണഫലങ്ങളെ അനുഭവിച്ചു തുടങ്ങുകയാണ്. അപ്പോ ആ ദിവസങ്ങളിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അച്ചടക്കവും പ്രതിബദ്ധതയും ഉണ്ടായിരിക്കണം. കാരണം 11-ാം ദിവസം മുതൽ ഇതിന്റെ ആസ്വാദ്യതയൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് അച്ചടക്കം കൃത്യമായി, കാരണം 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ഞാൻ ഉണരുമെന്ന് പറഞ്ഞാൽ ആ ശീലം 11-ാം ദിവസം ആകുമ്പോഴും 1 സെക്കൻഡ് പോലും മാറാതെ, 1 അണുവിടെ പോലും മാറാതെ തുടരാൻ നമ്മൾ അച്ചടക്കമുള്ളവരായിരിക്കും. അതോടൊപ്പം തന്നെ പ്രതിബദ്ധതയും ഉണ്ടായിരിക്കും. എനിക്ക് ആ ശീലം ഉണ്ടാകണം, എനിക്ക് ഈ പുതിയ ശീലം ഉണ്ടാകണം എന്നുള്ള പ്രതിബദ്ധതയും കൂടി നമുക്ക് ആവശ്യപ്പെടുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള നിർണായകമാണ് ഈ 10 ദിവസങ്ങൾ, 11 മുതൽ 20 വരെയുള്ള അടുത്ത 10 ദിവസങ്ങൾ. അപ്പോ പുലർച്ചെ എണീക്കുക ശീലിച്ചു വരികയാണെങ്കിൽ വീണ്ടും കിടന്നുറങ്ങുക എന്നുള്ളത് പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ 11-ാം ദിവസം മുതൽ 20-ാം ദിവസം വരെയുള്ള സമയത്താണ്. അങ്ങനെ ശീലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങാനും നമ്മുടെ പിടിവിട്ടു പോയാൽ, നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടതായിട്ട് തന്നെ ഉണ്ട് എന്ന് പറയും. വീണ്ടും നമ്മൾ 1 ദിവസം തൊട്ട് വേണം വീണ്ടും വേണ്ട. അപ്പോ ഒരിക്കലും നമ്മൾ വഴങ്ങരുത്. നേരത്തെ ഞാൻ എണീക്കും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ അവയിൽ ഉറച്ചു നിൽക്കുക. അസ്വസ്ഥതയുണ്ടെങ്കിലും അസഹ്യമായതിനെ നമ്മൾ മറികടക്കും. ശരീരത്തിന് വേദനയോ അല്ലെങ്കിൽ ഉറക്കം കൊണ്ട് തല നേരെ നിൽക്കുന്നില്ലെന്നോ ഇന്നലത്തെ ഉറക്കം ശരിയായില്ലെന്നോ ഉള്ള പ്രശ്നങ്ങളെയൊക്കെ തൽക്കാലം ഈ ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയുക, നമ്മൾ ഈ വെളുപ്പിനെ എണീക്കുന്ന ശീലമുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയൊരു സൗണ്ട് എവിടെയെങ്കിലും കേട്ടാൽ നമ്മളിങ്ങനെ ജാഗ്രതയോടുകൂടി കണ്ണുകൾ തുറന്ന് ഉണർന്നു വരുന്ന ഒരു ശീലമുണ്ട്. അത് ക്രമേണ ഉണ്ടായി വരുന്നതാണ്. നമ്മൾ വളരെ ജാഗ്രത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ചെറിയൊരു സൗണ്ട് മതി നമുക്ക് ഉണരാൻ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമ്മളെ അമ്മ വന്ന് നല്ല തലൊക്കെ തന്ന് ഇടിച്ച് തല്ലിയൊക്കെ എണീപ്പിക്കുന്നത്, ആ സമയത്ത് പോലും നമ്മൾ ഉണരാറില്ല. പക്ഷെ ഇന്ന് നമുക്കൊരു ചെറിയ ശബ്ദം മതി നമുക്ക് എണീക്കുവാനായിട്ട്. ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സ് വളരെ ഏകാഗ്രമായി കൺട്രോൾഡ് ആയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു 10 ദിവസങ്ങൾ കൂടി വീണ്ടും നമ്മൾ അല്പം കഷ്ടപ്പെട്ട് തന്നെ ജാഗ്രതയോടുകൂടി, സ്വസ്ഥതയോടുകൂടി, അല്ലെങ്കിൽ പ്രതിബദ്ധതയോടുകൂടി നമ്മൾ കടന്നുപോയി. അങ്ങനെ 20 ദിവസവും കടന്നുപോയി. വീണ്ടും 3-ാം ഘട്ടത്തിലേക്ക് വന്നു. 21-ാം ദിവസം മുതൽ
30 ദിവസം വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ഹാൽ പറയുന്നത്, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തത്ര ആസ്വാദ്യതയിലേക്ക് നമ്മൾ വന്നു. കാരണം പുതിയ ശീലത്തിന് ചില ഗുണങ്ങളുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ക്രമേണ ആസ്വദിക്കാൻ, അത് ഈ 21-ാം ദിവസം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലായിരിക്കും. അവിടെ നമുക്ക് പുതിയൊരു ശീലത്തെ പഠിക്കാൻ 21 ദിവസം മതി എന്ന വിദഗ്ധരുടെ ഉപദേശം ഉൾപ്പെടെയുള്ള പൊതുവായ വിശ്വാസങ്ങളെ നമ്മൾ അവിടെ മുറുകെ പിടിക്കേണ്ട. വീണ്ടും 10 ദിവസം കൂടി ഞാൻ ഈ ശീലത്തെ മുറുകെ പിടിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോ വിദഗ്ധർ പറയുന്നത് ഭാഗികമായിട്ട് ശരിയാണ്. ഒരു പുതിയ ശീലം രൂപപ്പെടാൻ ആദ്യ 2 ഘട്ടങ്ങൾ, അതായത് 21 ദിവസം വേണം. പക്ഷേ നിങ്ങളിൽ രൂപപ്പെട്ട ശീലം ദീർഘകാലം നിലനിർത്താൻ പിന്നീടുള്ള 10 ദിവസങ്ങൾ കൂടി നമ്മൾ പണിയെടുക്കേണ്ടതായി. ആ 30 ദിവസത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാം ഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടം കഴിഞ്ഞു, 3-ാം ഘട്ടവും നമ്മൾ പിന്നിടേണ്ടതുണ്ട്. അപ്പൊ ഏറെ നിർണായകമാണ് ഈ 3-ാം ഘട്ടം എന്ന് പറയുന്നത്, പുതിയ ശീലത്തിലേക്ക് വരുവാൻ. അപ്പോ പുതിയ ശീലത്തിന്റെ ഗുണഫലങ്ങൾ സ്വീകരിച്ചത് തൊട്ട് അതിനെ സ്വജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് നമ്മൾ സ്വമനസാലെ തയ്യാറെടുക്കുക, അല്ലെ സ്വമനസാലെ ഉറപ്പിക്കുന്ന സമയമാണ് 3-ാമത്തെ ഘട്ടം. അപ്പോ ആദ്യത്തെ 20 ദിവസങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ആ ശീലത്തിന്റെ അസഹ്യതയും അസ്വസ്ഥതയും അനുഭവിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിന്റെ ആസ്വാദ്യതയിലേക്ക്, അസഹ്യതയിൽ നിന്ന് ആസ്വാദ്യതയിലേക്ക് പോകുന്നത് 3-ാമത്തെ ഘട്ടത്തിലാണ്. ആ ശീലത്തിൽ നമ്മൾ എന്ത് ചെയ്യും? അഭിമാനത്തോടെ ആളുകളോട് പറയാൻ പറയാം, രാവിലെ ഞാനിപ്പോ കൃത്യമായി ജിംനേഷ്യത്തിൽ പോകുന്നുണ്ട്, രാവിലെ കൃത്യമായിട്ട് യോഗയൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ല രാവിലെ കൃത്യമായിട്ട് വെളുപ്പിന് 4 മണിക്കാൻ ഉണരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ആരുടെയും ഒക്കെ അഭിമാനപൂർവ്വം ഇങ്ങനെ വിളിച്ചു പറയാൻ തോന്നുന്ന ഒരു ഘട്ടമാണ് ഈ 3-ാമത്തെ ഘട്ടം. അങ്ങനെ 3-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ശരിക്കും പരിവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഒരു മാറ്റം നമ്മളിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളിലൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നീട് എന്താണ് സംഭവിച്ചത്? നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി ഈ ഒരു ശീലം മാറുക, നമ്മുടെ സ്വഭാവമായിട്ട് തന്നെ ഈ ശീലം മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ നമുക്ക് ഇവിടെ എന്തിനുള്ള ധൈര്യം കിട്ടും? നമ്മൾ ജീവിതത്തിൽ എന്താകാൻ കൊതിച്ചുവോ, എന്ത് നേടാൻ ആഗ്രഹിച്ചോ, ഇത് നേടാനുള്ള ഊർജം നമുക്ക് ലഭിച്ചു തുടങ്ങി. 3-ാം ഘട്ടവും പിന്നിട്ട് കഴിഞ്ഞു. അപ്പോ പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഈ ശീലത്തിനെ മനസ്സിൽ കാണാൻ തുടങ്ങും. ആ ശീലങ്ങൾ കൊണ്ട് എനിക്ക് പുതിയ കാര്യങ്ങൾ നേടുവാൻ കഴിയുന്നത്, പുതിയ ശീലങ്ങളിലൂടെ എനിക്ക് പുതിയ പുതിയ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും കഴിയുന്നതിനെയൊക്കെ നമുക്ക് മനസ്സിൽ കാണാം. അപ്പോ പുലർച്ചെ എണീക്കുക എന്ന ശീലത്തെ തന്നെ എടുത്താൽ പലപ്പോഴും പറയുന്നത്, എന്തിന് ഹാൽ തന്നെ ആദ്യമേ പറഞ്ഞത്, ആക്സിഡന്റ് പറ്റി ശരീരത്തിൽ 12 ഒടിവുകളുമായി കിടക്കയിൽ കിടന്ന സമയത്ത്, വീട്ടിൽ ശയ്യാവലംബിയായി കിടന്ന സമയങ്ങളിലോളം, അല്ലെങ്കിൽ പണമില്ലായ്മ കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസരങ്ങളിൽ തന്നോട് എണീറ്റ് ഓടുവാൻ പറഞ്ഞു തന്റെ ഒരു സുഹൃത്ത്. അപ്പോ എണീറ്റ് ഓടണമെങ്കിൽ എന്താണ്? പ്രഭാതത്തിൽ എഴുന്നേൽക്കണം. പക്ഷെ അന്ന് ഹാൽ പറഞ്ഞ മറുപടി ഇതാണ്, ഞാനൊരു പ്രഭാത മനുഷ്യനല്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് എണീറ്റ് ഓടാൻ കഴിയും? ഞാനൊരു രാത്രി മൂങ്ങയാണ്. രാത്രികളെ ഇഷ്ടപ്പെടുന്നു, കാരണം രാത്രിയിൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാമല്ലോ. അപ്പോ അലാം ക്ലോക്ക് അടിക്കുന്നതിനെ ഭയക്കുന്ന അവസ്ഥയിലായിരുന്നു. കാരണം ഈ അലാറത്തെ പോലും നമ്മൾ ഭയപ്പെട്ട് തുടങ്ങിയിരുന്ന ഒരു സമയമുണ്ട്, രാവിലെ എണീക്കണമല്ലോ എന്നത്. അപ്പോ അവിടെ നിന്ന് ക്രമേണ, ആ അസ്വസ്ഥതയിൽ നിന്ന് ക്രമേണ ആസ്വാദ്യതയിലേക്ക് എത്തുമ്പോൾ പിന്നീട് ഈ അലാറം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? മോഹൻലാൽ പറഞ്ഞതുപോലെ, അവയുടെ കരച്ചിൽ പോലും എത്ര സുന്ദരമല്ലേ, സമാധാനത്തിന്റെ സൈറൺ മുഴങ്ങുന്നത് പോലെ. പശുക്കളെ മേടിച്ചപ്പോ പശുക്കളുടെ കരച്ചിൽ അസഹ്യമായിട്ടല്ല, സമാധാനത്തിന്റെ സൈറൺ മുഴങ്ങുന്നത് പോലെയാണ് പിന്നീട് നമുക്ക് ഈ അലാറത്തെ കേൾക്കാൻ കഴിയും. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? ആദ്യം നമ്മൾ കഠിനമായിട്ടുള്ള ഈ കോഴി കൂവുന്ന അലാറം ഒക്കെ ആണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും? നല്ല സുന്ദരമായിട്ടുള്ള മെഡിറ്റേഷൻ ടോണിൽ പുല്ലാങ്കുഴൽ നാദത്തെയൊക്കെ വെച്ചുകൊണ്ടുള്ള അലാറത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. കാരണം നമുക്ക് വളരെ സുഖകരമായ ഒരു അനുഭൂതിയാണ് പിന്നീട് സമ്മാനിക്കുക. അപ്പോ ചിലര് അമിത ആത്മവിശ്വാസത്തോടു കൂടി, ഞാൻ 20 ദിവസം മടി കൂടാതെ ചെയ്തു, ഇനി കുറച്ച് ദിവസം ഞാൻ എനിക്കൊന്ന് മാറി നിൽക്കാം എന്ന് വിചാരിക്കും. 20 ദിവസം കഴിഞ്ഞു, ഇനി ഒരു 10 ദിവസം വീണ്ടും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും നമുക്ക് വരാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ചിന്തിക്കരുത്. വീണ്ടും അടുത്ത ദിവസവും ഇതേ ശീലം തന്നെ തുടർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഈ 21-ാമത്തെ ദിവസം മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ
നമ്മൾ പുതിയ ശീലം ആസ്വദിച്ചു തുടങ്ങുകയായി. അപ്പൊ ഹാലിനോട് ആദ്യം പറഞ്ഞത് രാവിലെ എണീക്കാൻ പഠിച്ചു, അതിനുശേഷം ഓടാൻ പറഞ്ഞു. അപ്പോ ആദ്യം ഹാല് പറഞ്ഞത് ഞാൻ ഓട്ടത്തെ വെറുക്കുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ ഉപയോഗിക്കുവാനായിട്ട് നമ്മുടെ അടുത്ത് ഒരാളോട് ഗൾഫിൽ ചെന്നപ്പോ പറഞ്ഞപ്പം അയാൾ ആദ്യം പറഞ്ഞു കമ്പ്യൂട്ടറിന് ഞാൻ എതിരാണ്, ഞാൻ കമ്പ്യൂട്ടറിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മുതലാളി ചോദിച്ചു, അല്ലാതെ അറിയാൻ മേലല്ലേ എന്ന് ചോദിച്ചതുപോലെ ഞാനതിനെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടത്തെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഓടാത്തത് എന്ന് പറയുന്നത് പോലെ ഓട്ടത്തെ ഞാൻ വെറുക്കുന്നു, ഞാനൊരു ഓട്ടക്കാരനല്ല എന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും തന്റെ സുഹൃത്തിന്റെ നിർബന്ധം വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മറുപടിയുണ്ട്, പറയാൻ കേട്ടോ, അല്ലെ നോക്കട്ടെ കേട്ടോ, ആലോചിക്കട്ടെ കേട്ടോ, ആലോചിച്ചിട്ട് തിരിച്ച് ഞാൻ വിളിക്കാവേ, മെസ്സേജ് ഇടാവേ എന്ന് പറയുന്നത് പോലെ നോക്കട്ടെ. അന്ന് ഇതുപോലെ വാട്സപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന കാലമായതുകൊണ്ട് ഹാല അയാളോട് പറഞ്ഞു നോക്കട്ടെ, ശ്രമിക്കട്ടെ. പക്ഷെ ഈ സുഹൃത്ത് വിടാനുള്ള ഭാവമില്ല. ഇദ്ദേഹം വെളുപ്പിനെ ഇദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ വന്ന് വിളിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോ നിവൃത്തിയില്ലാതെ ഹാലിന് രാവിലെ ഉണരേണ്ടി വന്നു. കാരണം ഓടണം, പിന്നെ ഓടിച്ചേ അടങ്ങുള്ളെന്ന് വിചാരിച്ച് ശപഥം ചെയ്തൊരു സുഹൃത്ത് അന്ന് ഹാലിനുണ്ടായി. അപ്പോ 20-ാം വയസ്സിലെ തന്റെ കാർ അപകടത്തിൽ തനിക്കുണ്ടായിരുന്ന പല കാരണങ്ങളും വീണ്ടും റിവൈൻഡ് ചെയ്യപ്പെട്ടു. കാരണം കാർ അപകടത്തിൽ തന്റെ കാലുകൾ ഒടിഞ്ഞ് കാലിന്റെ ഉള്ളിൽ കമ്പിയുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങൾ താൻ ഓർത്തു. അയ്യോ, ഓടുമ്പോൾ എന്റെ കാലുകൾക്ക് അസഹ്യമായ വേദന ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ആ സുഹൃത്ത് പറഞ്ഞു തന്റെ വരുംകാലത്തെ ശീലങ്ങളെ കുറിച്ച് മനസ്സിൽ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ വിചാരിച്ചു ഈ മഞ്ഞുമലകൾക്കിടയിലൂടെ തെന്നിപ്പോകുന്ന ഒരു എക്സർസൈസ് ഉണ്ട്, സ്നോ സ്കീയിങ് എന്ന് പറഞ്ഞു. അതൊന്ന് ചെയ്യാമെന്ന് മനസ്സിൽ കാണുമ്പോൾ തന്നെ ഹാൽ ആദ്യം വിചാരിക്കുന്നു, അയ്യോ ആ മഞ്ഞുമലയ്ക്കുള്ളിൽ ഞാൻ കാല് തെറ്റി വീണ് കാലുകളൊക്കെ ഒടിഞ്ഞ് കാലിൽ ഇരുമ്പ് ചട്ടക്കൂടൊക്കെ ഇട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന ഭാഗമൊക്കെ മനസ്സിൽ കാണാം. അത് നമുക്ക് പേടികൊണ്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പലപ്പോഴും പുതിയ ശീലങ്ങളിലേക്ക് വരുമ്പോൾ പരാജയപ്പെടുന്നവർ കാണുക. കാരണം തോൽവികളെ, പരാജയങ്ങളെയാണ് പരാജിതർ ആദ്യം കാണുക. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും വിജയികൾ വിജയത്തെയാണ് മനസ്സിൽ കാണുക, പരാജയമല്ല. അപ്പൊ ഇവിടെ ഹാലും ആദ്യം കണ്ടിരുന്നത് സ്നോ സ്കീയിങ്ങിന് പോകുമ്പോൾ താൻ കാല് തെറ്റി മഞ്ഞു പാളികൾക്കിടയിൽ മറിഞ്ഞു വീഴുകയും തന്റെ കാലിന് ക്ഷതം പറ്റുകയും തന്റെ കാലിന്റെ അസ്ഥി ഒടിയുകയും വീണ്ടും താൻ ഇരുമ്പ് ചട്ടക്കൂടുകളൊക്കെ ഇട്ടുകൊണ്ട് കാലുമൊക്കെ പൊക്കി തന്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതൊക്കെ കാണാൻ തുടങ്ങി. പക്ഷെ അതൊരു വല്ലാത്തൊരു ചിന്തയാണ്. ആ ചിന്തകളെയൊക്കെ മാറ്റിവെക്കണം. കാരണം എനിക്ക് വിജയിച്ചേ പറ്റൂ. കാരണം എന്റെ ജീവിതത്തിൽ വിജയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. കടബാധ്യതകൾ ഒരു വശത്ത് നിൽക്കുന്നു, വീട്ടിലെ പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. ഇതിനൊക്കെ പരിഹാരമായിട്ട് തനിക്ക് വിജയിച്ചുകൊണ്ട് ധനം സമ്പാദിച്ചേ പറ്റൂ എന്ന അവസ്ഥയിലായിരുന്നു. അപ്പോ അടുത്ത പ്രഭാതത്തില് താൻ ഓടുവാൻ തുടങ്ങി. ക്രമേണ ഓടാനായിട്ട് തുടങ്ങിയപ്പോൾ എന്റെ ആ ബാസ്കറ്റ് ബോളിന്റെ ഷൂസിന്റെ ലേസ് ഞാൻ മുറുക്കി. എവിടെയൊക്കെ എടുക്കുന്നത് ആദ്യം പറഞ്ഞിരുന്നു. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പഴയ ഷൂസിന്റെ ലേസ് മുറുക്കി എന്ന് പറയുന്നു. ആ ഷൂസ് വീണ്ടും എടുത്തുകൊണ്ട് ഹാല് ഓടാൻ തയ്യാറെടുത്തു. അപ്പോ അങ്ങനെ ഓടാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യ ദിവസം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കാല് തെറ്റി വീണു, കാലിന്റെ കുഴ തെറ്റി മറിഞ്ഞു വീഴുകയാണ്. അപ്പോ ഹാല് വിചാരിച്ചു ഇന്ന് ഓടാൻ പറ്റിയ സമയമല്ല, ഇന്നത്തെ ദിവസം മോശമാണ്, ഓട്ടത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയ ദിവസം ഇന്നല്ല, ഇതിന് നാളത്തേക്ക് മാറ്റിവെച്ചു. വീണ്ടും പിറ്റേന്ന് കൃത്യമായിട്ട് ഉണർന്ന് ഓടുവാൻ. ഇങ്ങനെ ഓട്ടം ക്രമേണ തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്റെ ആക്സിഡന്റ് സമ്മാനിച്ച വേദനകൾ, എല്ലുകൾ നുറുങ്ങുന്ന, എല്ലുകൾ ഉരയുന്ന സൗണ്ട് വരെ കേൾക്കുന്നു. അതൊക്കെ വളരെ പെയിനാണ്, വളരെ വേദനാജനകമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വേദനാജനകമായ അസഹ്യമായ കാര്യങ്ങളാണ് ഹാലിന്റെ ജീവിതത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ ഉണ്ടായത്. നമ്മൾ ഓടാൻ പോയാൽ അത്രയും വലിയ അസഹ്യത ഉണ്ടായില്ല. കാരണം എല്ലുകൾ തമ്മിൽ ഉരസുന്ന ഒച്ചയൊന്നും നമ്മൾ ആദ്യമായിട്ട് ഓടാൻ പോകുമ്പോൾ ഉണ്ടായിട്ടില്ല. കാരണം നമുക്ക് അത്തരം ഒരു ദുരന്തം ഉണ്ടായില്ല. അങ്ങനെ വന്നപ്പോഴാണ് വേദനാജനകമായിട്ടുള്ള ആദ്യത്തെ 1 മൈൽ ദൂരം ഞാൻ ഓടിക്കൊണ്ട് പൂർത്തീകരിച്ചു. അപ്പോൾ മനസ്സിലായി തനിക്ക് ഓടുവാനായിട്ട് ചില പ്രതിബന്ധങ്ങളുണ്ട്. അപ്പോൾ സ്വയം പരിശീലിക്കുന്നതിന് വേണ്ടി താൻ ഒരു പുസ്തകത്തെ തേടി പിടിച്ചു. ഡേവിഡ് വിറ്റ്സെറ്റ് എഴുതിയ ദ നോൺ റണ്ണേഴ്സ് മാരത്തോൺ ട്രെയിനർ എന്നൊരു പുസ്തകമുണ്ട്. അതായത് ഓടാത്തവരുടെ മാരത്തോൺ പരിശീലകർ. ഇതുവരെ ജീവിതത്തിൽ ഓടിയിട്ടില്ലാത്ത വ്യക്തികളെ മാരത്തോൺ ഓട്ടത്തിലേക്ക് പരിശീലിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ദ നോൺ റണ്ണേഴ്സ്
മാരത്തോൺ ട്രെയിനർ എന്നുള്ളത്. അപ്പൊ നമ്മള് പലപ്പോഴും പ്രത്യേകിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലെ വിജയിച്ച വ്യക്തികളേക്ക് നോക്കാൻ ഇവരെല്ലാം തന്നെ ഈ മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. പുതിയൊരു രീതിയിലേക്ക് വരാനായിട്ട് ഇവരെല്ലാം തന്നെ ഓട്ടം പരിശീലിച്ചു. പിന്നീട് അവിടെ ഏതെങ്കിലും മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുത്തതായിട്ട് പറയുന്നത്. ഇതുപോലെ തന്നെ ഹാലും ഒരു മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അപ്പോ ആദ്യത്തെ 1-ാം ദിവസം 10 ദിവസത്തെ ഓട്ടം ശാരീരികമായിട്ടുള്ള വേദനകളും മാനസികമായിട്ടുള്ള വെല്ലുവിളികളും തന്നു. ഓരോ ദിവസവും തലയിൽ ഉപബോധ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഓട്ടം ഉപേക്ഷിച്ച് പോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഹാലതിനെ ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. 2ാമത്തെ ഘട്ടത്തില് 11 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലും വേദന അത്ര കുറവൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ ഓടി. എനിക്കിപ്പോഴും ഓടാൻ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ അതിനെ വെറുക്കുന്നില്ല. കാരണം ജീവിതത്തിൽ ഓടിയില്ലെങ്കിൽ എനിക്ക് മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ വീണ്ടും 21-ാമത്തെ ദിവസം മുതൽ 30-ാം ദിവസം വരെ ഉള്ള ദിവസങ്ങളിൽ ആസ്വാദ്യകരമായിട്ട് തോന്നി, കുറേശ്ശെ ആസ്വാദ്യകരമായിട്ട് തോന്നി. അങ്ങനെ ഓടാൻ തുടങ്ങിയപ്പോൾ താൻ ഓടിയ ഈ മൈലുകളൊക്കെ പിന്നിടുവാൻ എന്ത് ചെയ്തു? ചെവിയിലെ ഹെഡ്സെറ്റുകളൊക്കെ വെച്ചുകൊണ്ട് നല്ല സുന്ദരമായ പാട്ട് കേൾക്കുകയോ മോട്ടിവേഷൻ സ്പീക്കുകൾ കേട്ടുകൊണ്ട് ഓടുകയോ ചെയ്തു. കാരണം ഓടുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കാലിലെ വേദന താൻ അറിയില്ല, തനിക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അറിയില്ല, ഉപബോധ മനസ്സിന് തന്നെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ സാധിക്കും. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന നമ്മുടെ ഓട്ടക്കാരെയും നടപ്പുകാരെ കണ്ടാൽ ഇവരൊക്കെ തലയിൽ ഇങ്ങനെ വലിയൊരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നടക്കുന്നതാണ്. ഈ ഒരു പുസ്തകം ഒരുപക്ഷെ അവർ വായിച്ചിട്ടുണ്ടാകാമെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട്, കാരണം ഇത് കേട്ടുകൊണ്ട് ഓടുമ്പോൾ തനിക്ക് കൂടുതൽ ആസ്വാദികരമായിട്ട് ഓടുവാൻ സാധിക്കും. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കഥാശേഷം, ഈ ഓട്ടത്തിന്റെ കഥാശേഷം മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കാൻ. അപ്പോ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഇതേ സുഹൃത്ത് തന്നെ പറഞ്ഞു, ഇപ്പോൾ നീ എത്ര മൈലുകൾ പിന്നിട്ട് കഴിഞ്ഞു? ഒരു ദിവസം ആദ്യത്തെ 1 മൈൽ പൂർത്തിയാക്കി, 2 മൈൽ അടുത്ത ദിവസം പൂർത്തിയാക്കി, ഇങ്ങനെ ക്രമേണ ഒറ്റ ഓട്ടത്തിൽ തന്നെ 20 മൈൽ ഓടുന്ന രീതിയിലേക്ക് കാലെത്തി. 20 മൈൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. 20 മൈൽ ഇദ്ദേഹം ഓടിക്കഴിഞ്ഞു. അപ്പോഴാണ് ആ സുഹൃത്ത് വീണ്ടും വന്ന് പറഞ്ഞു, 20 മൈൽ ഓടാൻ കഴിയുന്ന ആൾക്ക് മാരത്തോൺ ഓട്ടത്തിൽ ഓടാൻ കഴിയും. കാരണം മാരത്തോൺ ഓട്ടത്തിൽ 52 മൈലാണ് ഒറ്റ ഓട്ടത്തിൽ ഓടി തീർക്കേണ്ടത്. 52 മൈലുകൾ. 52 മൈൽ എന്ന് പറയുമ്പോൾ കിലോമീറ്ററുകൾ അതിന്റെ ഡബിൾ വരും. അത്രയും കിലോമീറ്ററുകൾ ഓടിത്തീർക്കുക. വീണ്ടും എന്ത് ചെയ്തു? മാരത്തോൺ ഓട്ടത്തിൽ പരിശീലിച്ചു. ക്രമേണ മാരത്തോൺ ഓട്ടത്തിലുള്ള വേദി വന്നു, അതിൽ പങ്കെടുത്തു. അപ്പൊ ആ ഒരു വേദി വന്നപ്പോൾ ആ മാരത്തോൺ ഓട്ടത്തില് ഒരു പ്രത്യേക സംഘടനയുണ്ട്. ആ സംഘടന എന്ത് ചെയ്യും? കുറച്ച് പണമൊക്കെ പിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു മാരത്തോൺ ഓട്ടം നടത്താറുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ടുള്ള പണം സ്വരൂപിക്കുന്നതിനാണ് മാരത്തോൺ ഓട്ടം നടത്താറുള്ളത്. അപ്പൊ ഈ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന പലരും ധനികരൊക്കെ ആയിരിക്കും. അപ്പൊ അവരൊക്കെ നന്നായിട്ട് ഫണ്ട് അവിടെ കൊടുക്കാറുണ്ട്, പണം കൊടുക്കാറുണ്ട്. അപ്പൊ ഹാലും ക്രമേണ ജീവിതത്തിൽ വിജയിച്ച് കുറെ പണമൊക്കെ ഉണ്ട്. അവിടെയും നമ്മൾ കുറേശ്ശെ പണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹാല് മനസ്സിലാക്കി, മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കുന്നതും ഈ പണം കൊടുക്കാനായി ചെക്കിൽ ഒപ്പിടുന്നത് പോലെ അത്ര സുഖകരമല്ല മാരത്തോൺ ഓട്ടത്തിൽ പങ്കെടുക്കുക. അവിടെ ക്രമേണ ഓടുവാൻ തുടങ്ങി. വരും വർഷത്തെ മാരത്തോൺ ഓട്ടത്തിൽ വിജയിയാവുകയും 52 മൈല് പൂർത്തീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ആ മാരത്തോൺ ഓട്ടത്തിൽ വിന്നറാവുകയൊക്കെ ചെയ്തു. അങ്ങനെ ക്രമേണ മണിക്കൂറുകളോളം ഓടുക എന്നുള്ളൊരു ശീലത്തിലേക്ക് വന്നു. വിസ്മയ പുലരി ജീവിതത്തെ മാറ്റുന്ന ദൈനംദിന പരിശീലനമാണ്, ശീലമാണ്. അപ്പൊ അതിനെ പരീക്ഷിച്ചു നോക്കിയ ആദ്യ ദിവസം മുതൽ അതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ പുസ്തകം വായിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇതുപോലെ നമുക്കും ഈ ശീലങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ക്രമേണ നമ്മുടെ ജീവിതത്തിന്റെ ശീലത്തിൽ നിന്ന് സ്വഭാവത്തിലേക്കും, സ്വഭാവത്തിൽ നിന്ന് സംസ്കാരത്തിലേക്കും, സംസ്കാരത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതികളിലേക്കും നമുക്കും പടിപടിയായിട്ട് എത്തിച്ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.